ഗുഡ് മോർണിംഗ് ശ്രീ പി വി അൻവർ. ഓൾ ദി ബെസ്റ്റ്. മുക്കിലും മൂലയിലും ഓടിയെത്തിയോ? എല്ലാ മനുഷ്യരെയും കണ്ട് ചേർത്ത് പിടിച്ചു കഴിഞ്ഞോ? ഓടി എല്ലാ മനുഷ്യരെയും സഹായിക്കട്ടോ. നേരിട്ട് വന്നാണ് സ്ഥാനാർത്ഥി, സഹായിക്കണം. വോട്ട് ചോദിച്ചോണ്ടിരിക്കുക ഡോക്ടർ. ഓ സന്തോഷം. എന്തൊക്കെയാ വിശേഷം? ഇനിയിപ്പോ മണിക്കൂർ വളരെ കുറച്ചേ ഉള്ളൂ. ഒന്നാം ഘട്ടം അവസാനിക്കാനുള്ളത് നിൽക്കും. അതെ, പരസ്യ പ്രചരണം അവസാനിക്കുകയാണ്. മണ്ഡലത്തിലേക്ക് വരുമ്പോഴുള്ള ആത്മവിശ്വാസം ഇരട്ടിച്ചോ അതോ അല്പം ടെൻഷൻ ഉണ്ടോ? എന്താണ് അവസ്ഥ? ഒരു ടെൻഷനില്ല. എൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഡോക്ടർക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ ഭയങ്കര ഹാപ്പിയാ. എല്ലാവരും എസ്പെഷ്യലി ഇന്നലെ നടന്ന 2 പരിപാടികൾ. ഇന്നലെ ഷാഫി പറമ്പിൽ ഞാനും ജോയിൻ്റ് ആയിട്ടുള്ള ഒരു റോഡ് ഷോ ഉണ്ടായിരുന്നു, രാത്രി 1:30 മണിക്കാണ്. താങ്കൾ അതിൻ്റെ വീഡിയോസ് കണ്ടോന്നറിയില്ല. ആയിരക്കണക്കിന് ചെറുപ്പക്കാരും. മിനിഞ്ഞാന്ന് നമ്മുടെ ഹനാൻ ഷായുടെ പരിപാടി, മോർ ദാൻ 25,000 യൂത്താണ് പങ്കെടുത്തത്. വലിയ സ്റ്റേഡിയം, ഫുള്ള് ഗാലറിയും പുറത്തും. ഇതാണ് സ്ഥിതി. ജനമാകെ മാറിയിരിക്കുകയാണ്. അപ്പോ ഇത്തവണ ഒരു ഇളക്കം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നല്ല വോട്ടിന് ഇളകിക്കഴിഞ്ഞു. അടിവേര് ഞങ്ങൾ വെട്ടിക്കഴിഞ്ഞു. ഇനി ജനം കൂടി നാളെ മറ്റന്നാളത് മറിച്ചിടും. അത്രേ ഉള്ളൂ. ഇറ്റ്സ് സോ ഈസി. അതാണ് ജനങ്ങളുടെ മൈൻഡ്. മാറ്റം അനിവാര്യമാണെന്ന സമ്മാനമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞാൻ സംസാരിക്കുന്നത് UDF അധികാരത്തിൽ വന്നാൽ നിയുക്ത മന്ത്രിയോട്. അങ്ങനെയൊന്നുമില്ല. അത് ജനങ്ങൾക്കുള്ള സമ്മാനമാണ്. ജനം മാറ്റം ആഗ്രഹിക്കുമ്പോൾ അറിയാലോ, ഡോക്ടർക്ക് അറിയാലോ, കഴിഞ്ഞ 1.5 വർഷമായിട്ട് പിണറായിസം ഈ കേരളത്തിൽ ചർച്ചയാക്കി കൊണ്ടുവരികയും പിണറായി ഗവൺമെന്റിന്റെ ജനവിരുദ്ധമായ കാര്യങ്ങൾ കൃത്യമായി ജനങ്ങൾ ബോധ്യപ്പെടുത്തുകയും അത് ഈ കഴിഞ്ഞ 1.5 വർഷം 1.25 വർഷമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു റിസൾട്ട് ഓൾ ഓവർ കേരളം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ഇവിടെ എത്തും. അത് നല്ല സ്ട്രോങ് ആയിട്ട് ആഞ്ഞടിക്കും പേപ്പറിൽ. ഈ ലാസ്റ്റ് മൊമെന്റിൽ പി വി അൻവർ ഫീൽ ചെയ്യുന്ന ഒരു പൾസ് ഉണ്ടല്ലോ, ആ പൾസ് എന്താണ്? അതെ, അത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ രാഷ്ട്രീയമല്ല പറയുന്നിട്ട്. ദിസ് ഈസ് ഇൻ ബിറ്റ്വീൻ ഡോക്ടർ അരുൺ ആൻഡ് അൻവർ ആസ് മൈ ഫ്രണ്ട് ഓർ ബ്രദർ. ഇവിടെ ജനങ്ങൾ നന്നായിട്ട് മാറിയിട്ടുണ്ട്. താങ്കൾക്കും അതൊക്കെ കുറെ ഫീൽ ചെയ്തിട്ടാണ്. താങ്കൾ ഈ മണ്ഡലത്തിലൂടെ കുറച്ച് സമയം ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ ശേഷിയും അതിൻ്റെ ശക്തിയും പിന്നീട് വർദ്ധിക്കുകയാണ് ഉണ്ടായത് ഓരോ ദിവസം കഴിയുന്തോറും. കാരണം ഇവർക്ക് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ, അത് ജനങ്ങളുടെ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഇവിടുത്തെ വിദ്യാഭ്യാസം, ഇവിടുത്തെ ആരോഗ്യം, ഇവിടുത്തെ എന്താ പറയുക ഐലൻഡുമായിട്ടുണ്ടായ പ്രശ്നങ്ങൾ, ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ വിഷയങ്ങൾ, ഒന്നിനും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഒരു 4,40,000 പേർക്ക് പട്ടയം കൊടുത്തു എന്ന് പറയുന്ന മന്ത്രി 4 പേർക്ക് ഇവിടെ പട്ടയം കൊടുക്കാൻ ഈ കടലോര മേഖലയിൽ സാധിച്ചിട്ടില്ല. വലിയ വിഷയമാണ്. ആയിരക്കണക്കിന് വീടുകൾക്ക് നമ്പർ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇതൊക്കെ ഇവർ കൊടുക്കുമെന്ന് പറഞ്ഞ ഇലക്ഷൻ നേരിട്ടാണ്. ഞങ്ങൾക്കത് പറ്റില്ല എന്ന് പറഞ്ഞ ഇലക്ഷൻ നേട്ടമാണെങ്കിൽ ഓക്കെ, നമുക്കത് അങ്ങനെ മനസ്സിലാക്കാം. ഇതൊക്കെ വാക്ക് കൊടുത്തതാണ്, എഴുതി കൊടുത്തതാണ്. അങ്ങനെ നിരവധിയായ വിഷയങ്ങളാണ് ഡോക്ടർ. ജനങ്ങൾ താഴേക്ക് നോക്കുമ്പോൾ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഉഷാറായ കാര്യങ്ങൾ നടക്കട്ടെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഒരിക്കൽ കൂടി ശ്രീ പി വി അൻവർ. ഉഷാറായി പോകുന്നുണ്ട്. ശ്രീ പി വി അൻവറാണ് നമുക്കൊപ്പം ചേർന്നത്. പി വി അൻവർ ആത്മവിശ്വാസത്തിലാണ്. അടിവേരിളക്കി എന്നാണ് പറയുന്നത്. എന്താണ് മണ്ഡലത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരിക്കാം.